ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൂടെ പുതിയൊരാളും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ആളാരാന്ന് കാണണ്ടേ? സോ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ആൾക്കുള്ള ഭക്ഷണം പ്രിപ്പയർ ചെയ്തും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. ചിക്കനും പൊട്ടേറ്റോവും കൂടെ ടെർമറിക് ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് മാഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് ഷെബീബ വയനാട്ടിൽ നിന്ന് ഒരു 2 ദിവസം മക്കളൊക്കെ ആയിട്ട് ഒരു വെക്കേഷന് വന്നതായിരുന്നു. ഒരു 2 ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഷെബീൻ്റെ അടുത്ത് ഇതുപോലെ നല്ലൊരു ക്യാറ്റുണ്ട്. അപ്പോൾ ഇവിടെയും മക്കൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഇങ്ങനെ ഒരാളുണ്ട് കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് കൊണ്ട് തന്നത് കേട്ടോ. അപ്പം നമ്മളും തന്നെ ഫുൾ സെറ്റായിരുന്നു ആളെ ടേക്ക് കെയർ ചെയ്യാനും പിന്നെ നോക്കാനും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾക്ക് നമ്മൾ പേരിട്ടിട്ടുണ്ടായിരുന്നത് സോയി എന്നാണ്. അപ്പോൾ സോയിക്ക് ആകെ 2 മന്ത്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാട്ടോ ഈ ഫുഡ് കഴിക്കുന്ന പാത്രവും പിന്നെ അതുപോലെ ഇതിൻ്റെ ലിറ്റർ ബോക്സും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാ കൊടുത്തതെന്ന്. ആളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ സോയി നമ്മുടെ കൂടെ 1 വീക്കാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്കാണെങ്കിൽ അധികം ഈ ക്യാറ്റിൻ്റെ കാര്യങ്ങളൊന്നും അത്ര അറിയില്ലായിരുന്നു. അങ്ങനെ ഷെബി വന്നു. അവർ 2 ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്ത സമയത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. എങ്ങനെയാണ് നെയിൽസ് കട്ട് ചെയ്യാമെന്നും അങ്ങനെ നെയിൽ കട്ടർ വാങ്ങിച്ചു. പിന്നെ ഫുഡ് എങ്ങനത്തെയൊക്കെ ഫുഡ് കൊടുക്കാമെന്നും പിന്നെ ഇവരുടെ ഡ്രൈ ഫുഡ് എപ്പോഴും കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സെമി ഗ്രേവി പോലത്തെ സാധനങ്ങൾ കൊടുക്കണം. പിന്നെ എൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ലിറ്റർ ബോക്സ് കാര്യങ്ങളൊക്കെ എവിടെ പ്ലേസ് ചെയ്യും, പിന്നെ അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒക്കെ ഉള്ളൊരു വൃത്തികേടാവോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വാങ്ങിയിട്ട് ഇവരിങ്ങനെ ഒരു കേജിൽ തന്നെ വെക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ജീവിയാണ് കേട്ടോ പൂച്ച എന്ന് പറയുന്നത്. അവർ ഭയങ്കര നീറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ വന്ന് കഴിഞ്ഞ് ഒരാഴ്ച നിന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ വീട്ടിൽ ഭയങ്കര സ്ഥലപരിമിതി ഉണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ 2 പേരും വർക്കിന് പോയി മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സോയി ഇവിടെ ഒറ്റയ്ക്കാവും. അപ്പോൾ ഇതാണ് കേട്ടോ ആളുടെ ലിറ്റർ ബോക്സ്. ലിറ്റർ ബോക്സിൽ അതിൻ്റേതായിട്ടുള്ള ലിറ്റർ സാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്ത് ഇറങ്ങുന്നതിന് മുന്നേ സോയിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് സോയിനെ അങ്ങനെ വിട്ടതാണ്. ആൻഡ് ഈ ഡോറ് ഫുള്ളായിട്ട് അടക്കില്ല കേട്ടോ. ഈ ഡോറ് ജസ്റ്റ് ഇങ്ങനെ ചാരി വെക്കുകയുള്ളൂ. സോ സോയിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റൂമിലേക്ക് വന്നിട്ട് അതിൻ്റെ ലിറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ചെയ്തുണ്ടാക്കിയ പൂച്ചക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇട്ടെടുക്ക് വേറെ ചെയ്തോണ്ട് കുറച്ച് ലൂസല്ലേ? കുഴപ്പമില്ല, ആ ലൂസ് വേണം. അപ്പോൾ അസ് ഇപ്പം ഈ വെക്കേഷനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ക്രോഷിങ്ങിൻ്റെ ബാക്കിലുള്ളത്. അങ്ങനെ സോയിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നെക്ക് ബാൻഡ് ക്രോഷ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് ലൂസായിരുന്നു, പിന്നെ നമ്മളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. സോയി ഫുള്ളി പേർഷ്യൻ അല്ല, പേർഷ്യൻ മിക്സ് ആണ് കേട്ടോ. നോക്കട്ടെ. Show me, show me, show me, show me. Wow. പിന്നെ ഏറ്റവും കൂടുതൽ സോയിനെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അജുവാണ്. പക്ഷേ അവൾ ഇതുപോലെ ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ നോക്കാൻ. പിന്നാണെങ്കിൽ ആൾ വീട് മുഴുവൻ ഇതുപോലെ ഓടി നടന്ന സോഫയിലും അവിടെയും ഇവിടെയൊക്കെയാണ് കിടക്കുക. അപ്പോൾ ചില സമയത്ത് നമ്മളെ കൂടെ ബെഡ്മേലും അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഞെട്ടിപ്പോവും ഉറക്കത്തിലൊക്കെ. അപ്പോൾ ഇത് പെരുന്നാൾ ദിവസമാട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് സോയിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ സോയി നമ്മളെ വെയിറ്റ് ചെയ്യണം. ആരും വീട്ടിൽ കാണാനായിട്ട് ഇങ്ങനെ വറീഡായിട്ട് നടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും വീട്ടിലുള്ള ഒരാളല്ല. പിന്നെ മക്കളാണെങ്കിൽ അവർക്ക് ഇഷ്ടം എന്നല്ലാണ്ട് അവർക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും സോയിനെ കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോയിനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അങ്കിളാണ്. അങ്കിളിന് വേറൊരു ക്യാറ്റ് ഉണ്ടായിരുന്നു. അത് ഈ റീസെൻ്റായിട്ട് ഡെത്തായി. അപ്പോൾ അതിൻ്റെ ഡിപ്രഷൻ നാളെ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും വേറെ ആർക്കും കൊടുക്കരുത്, എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞിട്ട് അങ്കിളിനാണ് ഞാൻ സോയിനെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ സോയിനെ കാണാമല്ലോ അവിടെ പോകുമ്പോൾ.
ശരിക്കും ഒരു 1 വീക്ക് നിന്നപ്പോഴേ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ ഇവിടെ നിൽക്കുന്തോറും അറ്റാച്ച്മെൻറ്റ് കൂടും. പിന്നെ നമുക്കത് കൊടുക്കാനും നമുക്ക് പ്രയാസമായി പോകും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വേഗം അങ്ങനൊരു ഡിസിഷൻ എടുത്തേമ്പാട് കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇനി തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെയാണ് അങ്കിൾ ഉള്ളത്. നമ്മളിതുപോലെ ബാസ്ക്കറ്റിലാക്കിയിട്ട് സോയ്ക്കുള്ള ഫുഡെല്ലാം അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തുപറ്റി? സോയി ചെറുതായതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ആ വണ്ടീൻ്റെ സൗണ്ടോ അതെല്ലാം കേട്ടിട്ട് സോയിക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട്. ആ ബാസ്ക്കറ്റിൽ ഇരുന്നിട്ട് അതാണ് ഇങ്ങനെ കരയുന്നത്. അപ്പോൾ ആ ഒരാഴ്ച എൻ്റെ കൂടെ നിന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഞാൻ ഡീവോമിങ്ങിൻ്റെ മെഡിസിൻസും അതും ഇതും അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അങ്കിളിനെ ഏൽപ്പിക്കുകയാണ്. സോയിനെ കൊടുക്കാൻ ഇവർക്ക് ആർക്കും വലിയൊരു സന്തോഷമോ തൃപ്തിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ സോയിനെ ഇനി നോക്കാൻ പറ്റിയില്ലെങ്കിലോ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ശരിക്കും നമുക്ക് നമ്മളെ വീട്ടിലൊരു എക്സ്ട്രാ റൂമൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ എപ്പോഴും സേഫ് ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ല രസത്തിൽ ഇവരെ വളർത്താം കേട്ടോ. കാരണം സോയിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഇല്ല. ആൾ നല്ല രീതിയിൽ ട്രെയിൻഡാണ്. വേറെ വീട്ടിൽ വേറെ കച്ചറാക്കിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വണ്ടീൻ്റെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ വേഗം പോയിട്ട് കബോർഡിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കും. അതൊക്കെയാണ് ആളുടെ പരിപാടികൾ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ എൻ്റെ കാലിക്കറ്റിലേക്ക് തിരിച്ച് വരുന്നതിന് മുന്നേ ഒന്നും കൂടെ സോയിനെ കാണാൻ വേണ്ടി പോയതാണ്. കാരണം സോയിൻ്റെ നെയിൽ കട്ടർ അതുപോലെ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്കിളിനെ ഏൽപ്പിച്ചിട്ട് ഒന്നും കൂടെ സോയിനെ കണ്ടിട്ട് തിരിച്ച് പോകാമെന്നുള്ള രീതിയിൽ ഒന്നും കൂടെ കാണാൻ പോയതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ഒരാഴ്ച നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു എക്സ്ട്രാ മെമ്പർ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.